ആലപ്പുഴയാണ് കേട്ടോ കുട്ടനാടിൻ്റെ സ്വന്തം സ്ഥലം. നല്ല പച്ചപ്പ് പിടിച്ച സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലം, ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലം. പുല്ലാണ്, ചെടിയാണ് എന്താ സ്ഥലം. ചോദിച്ചിട്ടൊന്നൊരു കഷ്ണം കൊണ്ടുപോകാം. താമരപ്പൂ എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊരു കഷ്ണം വണ്ടിയിൽ വെച്ചോളാം. നന്നായിട്ടുണ്ട്. നമുക്ക് ഫ്ലാറ്റാണ്, അവിടെ കൊണ്ടുപോയി വെക്കാമല്ലോ. ഒരു കഷ്ണം കൂടി കിട്ടി, നന്നായിട്ട് ഒരു കഷ്ണം കിട്ടി പിടിച്ചിട്ട് അവിടെ. ഞാനിവിടെ നിന്ന് വീഡിയോ പിടിച്ചിട്ട് വരാം. ഇത് വെള്ളമാണോ? ഇത് വെള്ളമൊന്നല്ലല്ലോ. താമരപ്പൂക്കൾ, തോണിപ്പൂക്കൾ എല്ലാം ഉണ്ട്. നോക്കൂ കേട്ടോ, വളരെ ഭംഗി പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എന്തൊരു ചന്തമായിട്ടുണ്ട് നോക്കിയാൽ കാണാൻ. ഇതാണ് ആലപ്പുഴയുടെ കുട്ടനാടിൻ്റെ പച്ചപ്പുള്ള സ്ഥലം. ഇത് പഴയ കാലത്തൊക്കെ നമ്മൾ വൈക്കോലുണ്ട് വീട് കെട്ടി കണ്ടിട്ടുണ്ടാവില്ലേ. നോക്ക് പൂവ്, നോക്ക് തോണിപ്പൂവ്. എന്തൊരു ഭംഗിയുള്ള പൂക്കളാപ്പാ. പഴയ കാലത്തുള്ള വൈക്കോല് കൊണ്ടുള്ള വീടാണ് കേട്ടത്. വൈക്കോലിൽ കെട്ടില്ലേ. അപ്പോൾ നമുക്കിത് എവിടെയും കാണാൻ പറ്റുന്നില്ല. അത്രയും നല്ലൊരു സ്ഥലമാണ് വന്നിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഇവിടെ ചിത്രങ്ങളൊക്കെ ആനയാണ് കേട്ടോ. ആനയെ വെച്ചു. അതുകൂടാതെ നല്ല മരം കൊണ്ടാണ് പണിതിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടുണ്ട് കാണാൻ. രണ്ട് കണ്ണ് വേണം കാണണം കേട്ടോ, അത്ര ഭംഗി കാണാൻ. ഉള്ളിൽ കടന്നപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി. കണ്ടു നോക്കും എല്ലാവരും. വളരെ ചന്തമായിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. ഡീറ്റെയിൽസ് എല്ലാം പിന്നീട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അവിടെ ഉരുളിയിൽ താമരപ്പൂ ഇട്ടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കല്ലിട്ട് വെച്ചിട്ടുണ്ട്. എന്തൊരു ഭംഗിയതാണെന്നറിയോ. ഇവിടെ വന്ന ഒരാൾ വീഡിയോ എടുക്കട്ടെ. ശരി. അവരെവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്ന ആള് ഇവിടെ ഉണ്ടാകുന്ന എവിടെ പോയി അറിയോ? അവരെവിടെ പോയി? അവരെവിടെ? എന്ത് ഭംഗിയല്ലേ കാണാൻ. സൂപ്പറായിട്ടുണ്ട് കാണാൻ. എത്ര ചന്തമായിട്ടുണ്ടെന്നറിയോ. അപ്പ
വന്ന ഇവിടുന്ന് പോകാൻ തോന്നില്ല കേട്ടോ ആർക്കും വരാൻ പറ്റുന്നൊരു നല്ല സ്ഥലം കേട്ടോ. അത്ര ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം. ഞാൻ എവിടെ പോയി കാണാനേ ഇല്ലല്ലോ. എന്ത് ഭംഗിയായിട്ടില്ലേ കാണാനേ. ഒരുപാട് സ്ഥലമുണ്ട്. എനിക്കിവിടുന്ന് കുറേ ചെടി വേണം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ചെറിയ മുളയുടെ ചോദിക്കുന്നവരടുത്ത് ചോദിക്കാതെ എങ്ങനെ പൊട്ടിക്കുക അല്ലേ. അവരെവിടെ ഇവിടെ കാണാനില്ല. ആ അവിടെ ഉണ്ടാ. ഇത് വണ്ടിയിൽ വെക്കും കേട്ടോ. ഇറക്കി എടുക്കണ്ട. നന്നായിട്ടുണ്ട് കാണാൻ, അത്ര സുന്ദരമായ സ്ഥലം. വെരി വെരി ബ്യൂട്ടിഫുൾ പറഞ്ഞ പോലെ അത്ര നന്നായിട്ട്. പ്രകൃതി ഭംഗി എന്നൊക്കെ പറയണ കേട്ടിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു പ്രകൃതി ഭംഗിയാണ് കാണാനുള്ളത്. ചെറിയൊരു വാഴച്ചെടി ചെയ്തു. അവിടേക്കൊക്കെ ചെടികളുണ്ടാ? ഇതുമാതിരി ചെടികൾ അവിടെയൊക്കെ? ഇതെന്തത്? ഇവിടെ എന്താ ആൾക്കാർ വരുന്ന സ്ഥലമാണോ? എൻ്റെ പേര് ഇതിൻ്റെ പേര് എന്താ? നിറയെ ആൾക്കാർ വരാറുണ്ടാ? നിങ്ങളോട് ജോലി ചെയ്യുന്നവരാ? ഹായ്. പലതരം ചെടികൾ എവിടെയുമേ കാണാത്ത ചെടികൾ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ചെടികൾ തന്നെയാണ്. എവിടെയുമേ കാണാത്ത ചെടികളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് തരം ചെടികൾ, ഫ്ലവറുകൾ, പൂക്കൾ. പിന്നെ അതുകൂടാതെ ഇത് പുല്ലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഇതിലുള്ള ഓരോ റൂമുകളും താമസിക്കാൻ ആൾക്കാർക്ക് പുല്ലിലാണ് ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ അവിടേക്ക് വരുന്നവർ ഇവിടെ വന്ന് താമസിക്കണം. തിരിച്ച് പോകാനും തോന്നില്ല നമുക്ക്. ഒരു പ്രത്യേകത, ഒരു ഭംഗി, ഞാനും ഇതുവരെ കാണാത്തൊരു ഭംഗി ഇവിടെ. അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയണില്ല, അത്ര ചന്തമായിട്ടുണ്ട് കാണാൻ. വളരെ വളരെ ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം കാണാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം തോന്നുന്നു. കുട്ടനാട്ടിൻ്റെ ഭംഗി ഇപ്പോഴാണ് ഞാൻ കണ്ടാസ്വദിക്കാൻ പറ്റിയ സ്ഥലം. നീനുട്ടി പ്രമോദൊക്കെ വരുമ്പോൾ ഇവിടേക്ക് വരാൻ പറയണം താമസിക്കാൻ. എന്തൊരു ഭംഗിയല്ല കാണാന്. ഒന്ന് പറയോ, ഇവിടെ വളരെ ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ടാ. കാർണോസ്റ്റി എന്ന് പറയുന്ന റിസോർട്ടാണ്. ഇത് ചേന്നവേലിയിലാണ്. അർത്തിങ്കൽ പള്ളിയുടെ അല്പം 3 കിലോമീറ്റർ തെക്കോട്ട് മാറി കാർണോസ്റ്റി ആയുർവേദ സ്പായ, ആയുർവേദ മരുന്ന് ഇതെല്ലാം ചെയ്യുന്നത്. അല്ല, ആയുർവേദ റിസോർട്ടാണിത്. 30 ഏക്കറിലാണ് ഈ റിസോർട്ട് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. അവര് ഇവിടെ ഉഴിച്ചിൽ സിനിമ ആക്ടർ അങ്ങനെയുള്ള ആൾക്കാർക്ക് വരുന്നുണ്ടാ? പിന്നെ ഉഴിച്ചില്ല, പക്ഷെ അതെല്ലാം ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ അവർ എടുക്കുള്ളൂ. അല്ലാതെ ഇവിടെ റൂമിനൊക്കെ എന്താണ് വാടക? റൂമിന്റെ പ്രീമിയം റൂമിന് 75,000 രൂപ പെർ ഡേ. ഒരു ദിവസനാ 40,000 ആണ് നോർമൽ റേറ്റ്. അതാണ് ഇത്. കൂടുതലും റഷ്യൻ ഗസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അത്ര ഭംഗിയായിട്ടുണ്ടല്ലോ. അടുക്കാണ് എന്റെ വീട്. ഈ കാണുന്നതാണ് ഈ 30 ഏക്കറിൽ 4 ചുറ്റും അവരാണ്. അതിന്റെ ഇടയ്ക്കുള്ളൊരു വീടാണ്. വീട് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 30 ഏക്കർ സ്ഥലമുണ്ട്. അതിന്റെ നടുക്ക് ഒരു 55 സെന്റ് സ്ഥലം എന്റേതാണ്. ഇതാരുടെയാണിത് വീട്? ശരിക്കും വീട് നിൽക്കുന്ന സ്ഥലം എന്റേതാണ്. ഇത് 55 സെന്റ് സ്ഥലവും വീടും ഇപ്പൊ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നടുക്കാണ് ഏറ്റവും. കാർണോസ്റ്റിയുടെ ആർട്ട് ഓഫ് ദ പ്ലോട്ട് എന്ന് പറയുന്നത് എന്റേതാണ്. ഞാൻ കൊടുത്തിട്ടില്ല. ഇത് ബാക്കിയുള്ളതൊക്കെ വേറെ ഫോറിൻ ആൾക്കാർ. 30 ഏക്കർ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻസ്. അവര് കാർണോസ്റ്റി നല്ലൊരു വരുമാനമാണല്ലോ ഇവിടുന്ന് വരുന്നത് അല്ലേ? വലിയൊരു ഗ്രൂപ്പാണത്. അത് കുറെ ആൾക്കാരുണ്ടായിരിക്കും അല്ലേ? ട്രസ്റ്റ് അങ്ങനെ 70ഓളം സ്റ്റാഫ് തന്നെയുണ്ട്. നന്നായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്. റിസോർട്ടാണ്. ഇവിടങ്ങളിൽ ഇപ്പൊ ഇത് ഏഷ്യയിലെ പ്രീമിയം റിസോർട്ടുകളിൽ ഒന്നാണ്. കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു അതിശയം തോന്നുന്നുണ്ട്. എവിടെയും കാണാത്ത ഫ്ലവറുകള്, പൂക്കള്, ഒരു പച്ചപ്പ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അത്രയും നന്നായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ജോലിക്കാരൊക്കെ ഒരുപാടുണ്ടാവും. ആരാണ്? എന്റെ പേര് രൺദീപ്. അവര് അമേരിക്കയാ? ഇല്ല, അവര് നോർത്ത് ഇന്ത്യൻസ്. ശരി ശരി ശരി. അവരൊക്കെയാണ് അതിന്റെ ഓണേഴ്സ്. പക്ഷെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ. ജോലിക്കാർ ഒരുപാട് പേരുണ്ട് തോന്നുന്നില്ല? 60-ൽ പരം ജോലിക്കാർ തന്നെയുണ്ട്. 200ഓളം ആയിരുന്നു. സാറിന്റെ പേരെന്താണ്? എൻ്റെ പേര് അനീഷ് എന്നാണ്. അനീഷ് ആറാട്ടുകുളം. ഞങ്ങളിവിടെ പാരമ്പര്യമായിട്ട് ജീവിക്കുന്നവരാണ്. ശരി ശരി ശരി. തറവാടെന്ന് പറയുന്ന ഇതാണ്. അതുകൊണ്ടാണ് ഞങ്ങളത് വിൽക്കാത്തത്. ഞങ്ങളുടെ തറവാട് ഒരു 5 തലമുറയോളം കൂടുതലായിട്ടുള്ള ഒരു തറവാടാണ്. അതുകൊണ്ട് ഞങ്ങളത്. ഇതൊക്കെ എന്ത് ഭംഗിയായിട്ട് കാണാൻ. ഇപ്പൊ എവിടെയും കാണാത്തല്ലോ നമ്മൾ വൈക്കോല് കൊണ്ടുള്ള വീട്. ഇതെല്ലാം അതെല്ലാം മെയിൻ്റെനൻസ് ആണ്. മെയിൻ്റെനൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഭയങ്കര എക്സ്പെൻസീവ്. അതിന്റെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള സമയത്തുള്ള ഫോട്ടോസ് നന്നായിട്ടുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടു. കണ്ടോ? അല്ല, അവിടെ കൊണ്ടുപോയി കൊണ്ടുപോകാൻ പറ്റുമോ ടൂറിസ്റ്റ്? ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്ന ഹോം സ്റ്റേ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 7 ബെഡ്റൂം വരുന്നുണ്ട്. കേട്ടോ, ഞങ്ങൾക്ക് 7 അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ അടുക്കളയില്ലേ, കയറി അടുക്കളയില്ല. അതിലൂടെ നമ്മളോട് എന്ത് കൊടുത്തു? നമുക്കെന്താ കാര്യം? അവർ നമ്മളോട് ചോദിക്കുന്നതാരോ. എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ. ചേട്ടനെന്തോ കിട്ടിയില്ല? കവറ് ചെമ്മീനാ? എവിടുന്ന്? അതെ അതെ. കുരുമുളക് അത് നോക്കട്ടെ.
കായാണോ വേണ്ടത് അതോ ചൂടാണോ വേണ്ടത് തൈ? കുരുമുളകിൻ്റെ തയ്യ ഇതൊന്നൊരു കഷ്ണം തരുമോ അതിൻ്റെ? ഇത് കിളിക്കല. ഓ അല്ലേ ഇതോ ഇത് ഇതോ ആ അത് കിളിക്കല. ഇല്ലേ ഇത് മുസാണ്ടയാണ്. കിളിക്കൊങ്ങി കൊണ്ടേ കിളിപ്പില്ല. ഒരു ചെറിയ കൊമ്പ് ചെറിയ പീസ് അറിയില്ല കേട്ടോ. വരിച്ചു മതിയിട്ടല്ല ഇങ്ങനെ വേണ്ട. ചെറിയ കൊമ്പ് വേണ്ട. സാധ്യത കുറവാണ്. പിന്നെ നന്നായിട്ടൊന്ന് ചെയ്ത് നോക്ക്. ഇത് വേണേ കൊണ്ടുപോട്ടെ. ഇത് നന്നായിട്ടായിരിക്കും. ഇത് പല പല കളറാണ്. അതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം. ഇവരുടെ ഇല്ലേ ഇവര് പറയുന്നത്? എൻ്റെ അല്ലേ റിസോർട്ട് കാർഡാ. അവർ ചീത്ത പറയാം. ഞാനിവിടെ ഇവിടെ നോക്കണ്. നമ്മൾ ഇവിടെ ഇന്ന് ഓണറെ തിരിച്ചു വന്നായിരുന്നു. പുള്ളിക്കൂടും കുറേ ഒരു വണ്ടിയൊക്കെ ഇതിലൂടെ കൊണ്ടുവരും. ഒരു കുങ്കുമത്തിൻ്റെ ഇത് കഷ്ണം വെച്ചാൽ മതിയാ? ഇതിൻ്റെ കൊമ്പ് കുത്തിയാൽ മതി. ഒരു ചെറിയ കൊമ്പ് തരും. ഇത് നല്ല ഫ്ലാറ്റിൽ വെക്കാനാണ്. ഇത് പലതും പല കളറായിരുന്നു. ഈ അവർക്ക് പ്രശ്നമില്ല പറഞ്ഞത്. ജർമ്മനിലെന്താ പ്രശ്നം? പല കളറാണ് ഈ അവിടെ നിന്ന് എടുക്കാറുണ്ട്. ഒരു 10-12 കളറുണ്ട്. അതെ പിന്നെ നല്ല ഭംഗിയുള്ള ഇതാണ്. ഇത് സുമേച്ച് ശ്രീപണമെന്ന് ചൂടുള്ള മുഴുവൻ പറയട്ടെ. ഇവിടെ താമസിക്കാൻ പറയട്ടെ. 75,000 ഇട്ടാ. നല്ല ഇഷ്ടപ്പെട്ടു. സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മതി.